വർഷം 1920. ആ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വണ്ടികളും സ്പീഡ് റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ 1900 കാലഘട്ടമൊക്കെ. ആ ഒരു ടൈമില് 300 km/h സ്പീഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തൊരു മോട്ടോർ സൈക്കിളാണ് നമ്മുടെ ഇന്ത്യൻ സ്കൗട്ട്. അമേരിക്കൻ ബ്രാൻഡായ ഇന്ത്യൻ സ്കൗട്ടാണ് ആ ഒരു 300 km/h സ്പീഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തത്. അതിന്റെ 2016 പിൻഗാമിയാണ് ഇപ്പോ എന്റെ മുന്നിലുള്ളത്. ഏകദേശം 1250 cc ആണ് ഈ ഒരു ഐറ്റത്തിനുള്ളത്. പിന്നെ 106 bhp ഹോഴ്സ് പവറും. ഇത്രയ്ക്കും പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സാധനമൊന്നുമില്ല. ഇതിന്റെ എക്സോസ് കൊണ്ട് നമുക്ക് കേട്ടോക്കാം. അപ്പൊ തന്നെ അതിന്റെ പവറിന്റെ ഫീൽ എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇതാണ് ഈ വണ്ടിയുടെ എക്സോസോണ്ടിന്റെ ഫീല്. ഈ ഒരു വണ്ടി നമ്മുടെ മനോജേട്ടന്റെ ആണ്. അപ്പോ മനോജേട്ടന്റെ വണ്ടിയാണ് ഇപ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയേക്കുന്നത്. ആൻഡ് ഈ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത് റേക്സ് ആണ്. റേക്സ് ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈനിങ് സ്റ്റുഡിയോ ആണ്. അപ്പോ അവരുടെ ഒരു സ്പോൺസർഷിപ്പിലാണ് ഇപ്പൊ ഞാൻ ഈ ഒരു മാരകമായ വണ്ടിയുടെ വീഡിയോ എടുക്കുന്നത്. ഇതൊരു ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയല്ല. ഇത് മെയിൻ ആയിട്ടും ഒരു ലോങ് റൈഡിന്, ഒരു റൈഡ് പോകണ സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ആ ഒരു ഫീൽ അനുഭവിക്കണമെങ്കിൽ ശരിക്കും ഈ ഒരു ഐറ്റത്തിൽ തന്നെ പോകണം. ഇത് അമേരിക്കയിലെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ ബ്രാൻഡാണ്. എല്ലാവരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇന്ത്യൻ മോട്ടോർ സൈക്കിൾസ്. പക്ഷെ ആ ഒരു ടൈമില് വേറൊരു ബ്രാൻഡും കൂടി കയറി വന്നു. അതാണ് ഹാർലി ഡേവിഡ്സൺ. ആ ഒരു ടൈമില് അപ്പോഴും ഹാർലി ഡേവിഡ്സൺ ഒന്നും വലിയ ക്ലച്ചൊന്നും പിടിച്ചൊന്നുമില്ല. എല്ലാവർക്കും ഇന്ത്യനോട് തന്നെയായിരുന്നു താല്പര്യം. പക്ഷെ ലോകമഹായുദ്ധം വന്നു, എന്ന് വെച്ചാൽ World War I, World War II. ആ ടൈമില് മിലിറ്ററിക്ക് മോട്ടോർ സൈക്കിൾസ് ഭയങ്കരമായിട്ട് ആവശ്യമുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ഇന്ത്യനും ഹാർലി മോട്ടോർ സൈക്കിൾസ് ഉണ്ടാക്കി തുടങ്ങി. ആ ഒരു ടൈമില് നമ്മുടെ സാധാരണക്കാർക്കും അല്ലെങ്കിൽ ബൈക്ക് പ്രേമികൾക്കൊക്കെ ഇപ്പോ ഇന്ത്യൻ ബൈക്ക് വാങ്ങാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യന്റെ ബൈക്കിന്റെ ഓണേഴ്സിനൊക്കെ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ ഫാക്ടറിയിൽ വന്നിട്ട് വാങ്ങാൻ വേണ്ടി നോക്കിയെങ്കിലും ഈ മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഇവർ ബൈക്ക് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അങ്ങനെ സാധാരണക്കാർക്ക് അങ്ങനെ വിൽക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ആ ഒരു ടൈമിലാണ് ഹാർലി ഡേവിഡ്സൺ കയറി വന്നത്. ഹാർലി ഡേവിഡ്സൺ മിലിറ്ററി ആവശ്യങ്ങൾക്ക് മാത്രമല്ല, അതുപോലെ തന്നെ സാധാരണക്കാർക്കും അങ്ങനെ ബൈക്ക് പ്രൊഡക്ഷൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യന്റെ ആ ഒരു സമയത്തുള്ള ഒരു റിലയബിലിറ്റി പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞു തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്താലും കിട്ടാൻ പറ്റാത്തൊരവസ്ഥയായി. ആ ഒരു സെയിം സംഭവം തന്നെ World War II വന്നു. അങ്ങനെ എല്ലാവരും ഹാർലി എന്നൊരു സംഭവം പിന്നെ എല്ലാവരുടെ മനസ്സിൽ ഇടം തട്ടി. ഇന്ത്യൻ അതുപോലെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി തുടങ്ങിയതിനു ശേഷം പിന്നെ അവരുടെ ആ ഒരു പഞ്ച് പതുക്കെ പോയി തുടങ്ങി. ഹാർലി കയറി തുടങ്ങി. പിന്നെ കുറെ നാളെടുത്തു ഇന്ത്യൻ പിന്നെയും ക്ലച്ച് കയറി തുടങ്ങാൻ. അതിനുശേഷം പിന്നെ ഒരു മേജർ ഡിസൈൻ ചേഞ്ച് തന്നെ ഇന്ത്യൻ നടത്തി. അങ്ങനെ ഇന്ത്യൻ സ്കൗട്ടിൽ തന്നെ ഒരു മേജർ ഡിസൈൻ ചേഞ്ച് വന്നു. അങ്ങനെ ആ ഒരു ഡിസൈൻ ചേഞ്ചിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോ ഈ 2016 സ്കൗട്ട് ഇന്ത്യൻ. ആൻഡ് ഇത് ഭയങ്കരമായിട്ടൊരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. ഈ വണ്ടി ലോഞ്ച് ചെയ്ത ഡേറ്റ് വരെ ഇവിടെ കിടക്കുന്നുണ്ട്. എസ്റ്റാബ്ലിഷ് 1901, 1901 ഈ വണ്ടി ലോഞ്ച് ആയേ. ആൻഡ് ഈ ഒരു എഞ്ചിന്റെ സൈസ് കണ്ടോ, ഓ മൈ ഗോഡ്. ബി കോൺഫിഗറേഷനിലുള്ള ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യനിലുള്ളത്. ആൻഡ് ഈ ഒരു എഞ്ചിൻ ഹോൾഡ് ചെയ്യാൻ തന്നെ, ഈ എഞ്ചിന് വേണ്ടിയിട്ട് തന്നെ ഏകദേശം നിർമ്മിച്ചതാണ് ഈ ഒരു ചേസസ് തന്നെ. ആൻഡ് ഇതിന്റെ ചേസസ് അത്രയ്ക്കും സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മുടെ ഈ ഇന്ത്യനിലുള്ളത്. നമ്മളൊരു ലോ RPM പോവാണെങ്കിൽ ഈ വണ്ടിയുടെ പവർ എന്താന്ന് ആദ്യം ഒട്ടും ഫീൽ ചെയ്യില്ല. ഒരു 4500 RPM താഴെ പോവാണെങ്കിൽ ഒരു നോർമൽ മോട്ടോർ സൈക്കിളിന്റെ ഫീൽ തന്നെ വരുള്ളൂ. പക്ഷെ ചെറുതായിട്ടൊന്ന് ത്രോട്ടിൽ കൊടുക്കുമ്പോഴേക്കും ഈ സംഭവം ഒന്ന് പറന്ന് അങ്ങോട്ട് കയറും. അതിന്റെ ഫീല് വേറെ ഒരു സംഭവം തന്നെയാണ്. ഒരു 4500 RPM വരെ ഈ ഒരു വണ്ടി ഉള്ളിൽ എന്തൊക്കെയോ ഒരു പവർ കിടക്കുന്നുണ്ട്. പക്ഷെ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു സ്ലീപ്പി ആയിട്ടുള്ള ഒരു ബൈക്ക് പോലെ പോകുന്നത്. ഏകദേശം
ഇങ്ങനെ ഈ ഒരു നമ്മളൊക്കെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീക്കൂലേ, അപ്പൊ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഭയങ്കര മടിയുണ്ടാവും. അതാണ് ഈ ഒരു വണ്ടി ഈ ഒരു 4500 RPM അടിയിൽ കാണിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഒരു ത്രോട്ടിൽ കൊടുക്കും. ആ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ശരിക്കും ഒരു അഡ്രിലിൻ റഷ് കയറുന്ന പോലെയാണ്. ആ ഒരു പവർ ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നുമല്ല. ഇതിന്റെ ടയർ സൈസ് ഉണ്ടോ, ഈ ഒരു വണ്ടീനെ ഹാൻഡിൽ ചെയ്യാൻ ഫ്രണ്ട് ടയർ അത്യാവശ്യം നല്ല വലുപ്പം വേണം. അതുപോലെ തന്നെ ഇതിന്റെ ബ്രേക്കിങ്ങും അടിപൊളി ആയിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ അത് മാനേജ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സലന്റ് ബ്രേക്കിംഗ് ആണ്. നമുക്ക് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് തന്നെ കിട്ടും. നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ബാക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്തും ഭയങ്കര ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ് കിട്ടുന്നത്. അപ്പോ നമ്മൾ എത്ര ത്രോട്ടിൽ ചെയ്ത് പോയാലും നമുക്ക് പിടിച്ച വണ്ടി കിട്ടും. ഇപ്പോ ഇത്രയ്ക്ക് നേരം നമ്മുടെ ഇന്ത്യൻ വണ്ടിയുടെ കുറെ പോസിറ്റീവ്സ് കേട്ടു. പക്ഷെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്ലോസ് ഒക്കെ ഉണ്ട് ഈ നമ്മുടെ ഇന്ത്യൻ മോട്ടോർ സൈക്കിളിന്, ഈ സ്കൗട്ടില്. അപ്പൊ അതെന്താന്ന് ആദ്യം ഞാൻ പറയാം. ഫസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്ലച്ച് ലിവർ. ഇതിന്റെ ക്ലച്ച് ലിവർ ഭയങ്കര ഹാർഡാണ്. ബാക്കിയുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ക്ലച്ച് ലിവർ വളരെ സ്മൂത്ത് ആയിട്ട് വരുന്നതാണ്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല ഹാർഡാണ്. അപ്പോ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെയും ക്ലച്ച് പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഫീലാണ്. സോ അതാണ് എനിക്ക് വണ്ടിയിൽ ആദ്യം ഫീൽ ചെയ്തൊരു ഫ്ലോ. പിന്നെ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സസ്പെൻഷൻ ആണ്. ബാക്ക് സസ്പെൻഷൻ അത്യാവശ്യം റിജിഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു വലിയ എഞ്ചിന് അത്യാവശ്യം റിജിഡ് സസ്പെൻഷൻ തന്നെ ബാക്കിൽ വേണം. ഫ്രണ്ട് സസ്പെൻഷൻ സോഫ്റ്റ് ആണ്, പക്ഷെ ഇത്രയ്ക്കും സോഫ്റ്റ് ആവണമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പോ അത്യാവശ്യം നല്ല ഗട്ടറൊക്കെ ചാടി പോവാണെങ്കിൽ ചില സമയത്ത് ആ ഒരു സസ്പെൻഷൻ ചിലപ്പോൾ നമ്മുടെ ബ്രേക്കിങ്ങിന് ചിലപ്പോൾ അഫക്ട് ചെയ്യും. അപ്പോ ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്, പക്ഷെ ഇത്രയ്ക്കും സോഫ്റ്റ് ആവണം എന്ന് നിർബന്ധമില്ല. ഇതിന് വേറൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മോട്ടോർ സൈക്കിൾസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്കൗട്ട് ഇന്ത്യന് എഞ്ചിൻ ബ്രേക്കിംഗ് പോസിബിൾ അല്ല. കാരണം ഇതിന് ലോ എൻഡ് ഇല്ല. അപ്പോ നമുക്കിപ്പോ പെട്ടെന്ന് വണ്ടി നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് തന്നെ റിലേ ചെയ്യണം. പക്ഷെ ബ്രേക്ക് മതി. പക്ഷെ ഇപ്പോ ആരും അറിയാത്ത ഒരാളാണെങ്കിൽ എഞ്ചിൻ ബ്രേക്കിംഗിലേക്ക് റിലേ ചെയ്യരുത്. കാരണം ഈ ഒരു വണ്ടിക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് ഒട്ടും പോസിബിൾ അല്ല. നമുക്ക് എത്ര ഡൗൺ ചെയ്താലും ആ ഒരു ബ്രേക്കിംഗ് ഫീല് നമുക്ക് ഈ സ്കൗട്ട് ഇന്ത്യയിൽ കിട്ടില്ല. പിന്നെ വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം കുറവാണ്. സോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ മെയിൻ ആയിട്ടും ഇന്ത്യയിലുള്ള ഒരു നെഗറ്റീവ്സ്. പക്ഷെ വണ്ടി ഒരു മാരക സാധനമാണ്. അപ്പോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ എനിക്ക് മെയിൻ ആയിട്ടും ഈ ഒരു സ്കൗട്ട് ഇന്ത്യനെ കുറിച്ച് പറയാം. ഈ ഒരു ഐറ്റത്തിനെ മെരുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. ഒന്ന്, വണ്ടി അത്യാവശ്യം ഹെവി വെയിറ്റും ആണ്. അതുപോലെ തന്നെ ഈ ഒരു മസ്കുലർ ആയ വണ്ടീനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ടൊരു മാൻലി പവർ വേണം. ഞാൻ തന്നെ അത്യാവശ്യം കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സാധനം ഫസ്റ്റ് ട്രയൽ തന്നെ നോക്കിയത്. സോ ഇത് കൊണ്ടു നടക്കുന്ന ഓണറിനെ ശരിക്കും സമ്മതിക്കണം. ഇത് അങ്ങനെ മെരിക്കാൻ പറ്റുന്ന സാധനമല്ല. ടൈം എടുക്കും ഇതൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. സോ ഇഫ് യു ആർ ട്രൈങ് ടു ബൈ ആൻ ഇന്ത്യൻ, അത്യാവശ്യം പ്രിപ്പയർ ആയിരിക്കുന്നോ, നിസ്സാരക്കാരനല്ല ഈ ഐറ്റം. സോ ദാറ്റ്സ് ഇറ്റ്. This is G2 Siemens signing out. Peace out.